ജീവിതം അത് ചിലപ്പോഴങ്ങനെയാണ്. നീന്താൻ അറിയാത്തവൻ നടുക്കടലകപ്പെട്ടതുപോലെ, നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നതുപോലെ നെഞ്ചു പൊട്ടിയുള്ള നിലവിളികൾ നമ്മളിൽ തന്നെ ഒതുങ്ങി. നിലവിളികൾ ഒരുപക്ഷെ അവന്റെ മുന്നിൽ എത്തുന്നുണ്ടാകാം, ഇല്ലായിരിക്കാം. ആ നിലവിളികൾ ഓരോ പ്രതീക്ഷകളാണ്. അദൃശ്യനായൊരു ദൈവമെങ്കിലും ആശ്രയമായി എത്തും എന്ന പ്രതീക്ഷ. ഓരോ മനുഷ്യനും കാഴ്ചവസ്തുവും കാഴ്ചക്കാരനുമാകുന്ന ഈ ലോകത്ത് ലോകങ്ങൾ കീഴടക്കി കോട്ടകൾ പണിതവനും ഒരു തരി മണ്ണ് പോലും സ്വന്തമായില്ലാത്തവനും ബാലൻസ് ഷീറ്റിൽ 0 മാത്രം വിധിക്കുന്ന ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷ. ഞാൻ മീനു, കായൽമുള എന്ന കാർഷിക ഗ്രാമത്തിലെ ഒരു പാവം കർഷകന്റെ മകൾ. ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഈ വെള്ളക്കടലാസിലെ ബ്രെയിൽ ലിപികൾക്ക് പറയാൻ ഒരു കഥയുണ്ട്. ഇത് ഒരു കത്താണ്. കൃഷിയെയും കർഷകനെയും നട്ടെല്ലായി കാണുന്ന ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിന് എഴുതുന്ന കത്ത്. എന്റെ നാടിന്റെയും നാട്ടുകാരുടെയും ആത്മാവിനെ നീട്ടുന്ന ഒരു പ്രശ്നം, അല്ല ഭയം. അതാണ് എന്നെ ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. കായൽമുള ഒരു പരമ്പരാഗത കാർഷിക ഗ്രാമമാണ്. ഇവിടുത്തെ മനുഷ്യർ തലമുറകളായി കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു. എത്ര കൊടും വേനലിലും ഇവിടുത്തെ ജലസ്രോതസ്സുകൾ വറ്റാറില്ല. കാരണം ഇവിടെ മണ്ണും മനുഷ്യനും വേർപിരിക്കാനാകാത്ത വിധം ഒന്നായി ചേർന്നിരിക്കുന്നു. എങ്ങും നിറഞ്ഞ പച്ചപ്പ്, നിറഞ്ഞ കായലും കൈവഴികളും, എങ്ങും നിറഞ്ഞ പ്രകൃതി ഭംഗി. പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എല്ലാത്തിനും ഒരേ നിറവും ഭാവവുമാണ്. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. ഈ മണ്ണിൽ അമ്മ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ കാറ്റിനെയും ഈ കുളിരിനെയും ഈ ഭാവങ്ങളെയും അറിയാൻ എനിക്ക് എൻ്റെ കണ്ണുകൾ വേണ്ട. മാളു പതിയെ നടക്ക്. ചേച്ചി നല്ല വെയിൽ, പെട്ടെന്ന് വാ. എന്താ മാളു നിന്നെ?
ചേച്ചി പ്ലെയിൻ പ്ലെയിൻ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു നേരിയ ശബ്ദം മാത്രമാണ് എനിക്ക് വിമാനം. നൂറുകണക്കിന് നെൽപ്പാടങ്ങൾ നികത്തി ഇവിടെ ഒരു വിമാനത്താവളം വരാൻ പോകുന്നു. അങ്ങനെ വന്നാൽ ഇത്രയും നാൾ മാനം മുട്ടി പറന്നിരുന്ന വിമാനങ്ങൾ പറന്നിറങ്ങുന്നത് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിലേക്കായിരിക്കും. ലോകം മുഴുവൻ നന്മ വരാൻ പ്രാർത്ഥിച്ച് മണ്ണിൽ പ്രയത്നിക്കുന്ന കുറെ പാവം മനുഷ്യരും നന്മ മാത്രം മനുഷ്യന് തരുന്ന മണ്ണും, അതാണ് കായൽമുള ഗ്രാമം. റെഡി ഓക്കേടാ. ഇന്നത്തെ പൊളിറ്റിക്സ് ഷോയിൽ നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ പൈതൃക ഗ്രാമങ്ങളിലൊന്നായ കായൽമുളയിലാണ്. ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഇവിടെ ഉയരാൻ പോകുന്ന JFR ഗ്രൂപ്പിന്റെ എയർപോർട്ട് പ്രൊജക്ട് വിവാദത്തിന്റെ നടുവിലാണ്. നൂറുകണക്കിന് വരുന്ന നെൽപ്പാടങ്ങൾ നികത്തി ഇവിടെ വരാൻ പോകുന്ന ഈ വിമാനത്താവള പദ്ധതിയെ അതിശക്തമായി എതിർക്കുകയാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ. ഇതിനെക്കുറിച്ച് ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഞങ്ങളുടെ പട്ടിണിപ്പാവങ്ങളുടെ സ്ഥലം ഇങ്ങനെ മറ്റുള്ള സ്ഥാപനത്തിന് ഉപയോഗിക്കാൻ പറ്റിയല്ല. അപ്പോഴേ ഞങ്ങളിവിടെ അരിയാഹാരം കഴിക്കുന്നവരാ. ഈ വിമാനത്താവളം വന്ന് ഞങ്ങളുടെ നെൽപ്പാടം നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയില്ല ഇതിനോട് സമരം ചെയ്യുന്ന പ്രതീക്ഷിക്കും. വിമാനത്താവളവും റിസോർട്ടും ഒക്കെ വരാൻ പോയാൽ ഞങ്ങൾ പിന്നെ അങ്ങനെ ജീവിക്കും. നമുക്ക് ഏറ്റവും ശക്തമായ എതിർപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നെൽവയലുകളൊക്കെ നികത്തപ്പെട്ടു പോകുന്നത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുക. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഈ സർക്കാർ എന്നും ജനങ്ങളുടെ കൂടെയാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളാണ് ഇന്ന് ഭരണച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിമാനത്താവളം നമ്മുടെ ഗ്രാമത്തിൽ വരാൻ പോകുന്നതോടുകൂടി ഇവിടുത്തെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഒരുപാട് തൊഴിലവസരങ്ങളും അനുബന്ധമായിട്ട് ഈ ഗ്രാമത്തിന് ഉയർച്ചയും ഉണ്ടാവും. എന്നെ പോലെയുള്ളവരുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലം കൊണ്ടാണ് ഈ വിമാനത്താവളം ഈ ഗ്രാമത്തിൽ വരാൻ പോകുന്നത്. ഞാനൊരു പാർട്ടിയുടെ ഒരു പ്രവർത്തകനും കർഷകത്തൊഴിലാളി യൂണിയന്റെ പ്രവർത്തനമാണ്. ഈ നെൽവയലുകൾ നികന്നു പോകുമ്പോൾ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നെന്ന് മാത്രമല്ല ഭക്ഷ്യക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ഇവിടെ വിമാനത്താവളം വരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വരെ മാർഗ്ഗമില്ല. ഈ നെൽകൃഷി നശിച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇവിടെ വിമാനത്താവളം വരാൻ. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പ്രവാസി മലയാളികൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇനി വരും കാലങ്ങളിൽ ഈ വയലുകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഈ എയർപോർട്ട് വരുന്നത് ലുക്ക്, ഈ എയർപോർട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ദ ബെനിഫിറ്റ്സ് ബിക്കോസ് വി ഗോട്ട് ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. തങ്ങിയ 10 നാളെ ഒറ്റകളിക്കണം തുമ്പിലുള്ള ചന്തത്തിൽ വേണം കരടിയാട്ടം ഊഞ്ഞാലില. പിന്നെ ഈ പാഡി ഫീൽഡ് ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ പീപ്പിൾ കൃഷിയൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. മാവേലി നാട് വാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അവരത്തോടെ വസിയാവും. കള്ളന്മാരാരുമില്ലേ, കൊള്ളക്കാരാരുമില്ലേ. സോ ഈ പാഡി ഫീൽഡ് നിരത്തുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. മാവേലി നാട് വാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മന്ത്രിമാരുടെ അറിവോടെയും സമൂഹത്തോടെയും ഒരു പരിശോധനയും കൂടാതെയാണ് ഈ ഗ്രാമം സ്വകാര്യ കമ്പനികൾക്കായി തീരെഴുതി കൊടുക്കാൻ പോകുന്നത്. ലോകം മുഴുവൻ നന്മ വരാൻ പ്രാർത്ഥിച്ച് ഈ മണ്ണിൽ പ്രയത്നിക്കുന്ന കുറെ പാവ മനുഷ്യരും നന്മ മാത്രം മനുഷ്യർ തരുന്ന മണ്ണും, അതാണ് കായൽമുള. ഒരു കർഷകന് അവന്റെ മണ്ണ് എന്ന് പറയുന്നത് സ്വന്തം പെറ്റമ്മയെ പോലെയാണ്. ഒരു മകനും കഴിയില്ല സ്വന്തം പെറ്റമ്മയെ ജീവനോടെ കുഴിച്ചുമൂടാൻ. ഇവിടെ ഉയരാൻ പോകുന്ന കോൺക്രീറ്റ് തൂണുകൾക്കിടയിൽപ്പെട്ട് ഒടുങ്ങാൻ പോകുന്നത് ഒരു ജനതയുടെ സർവസ്വമാണ്, സ്വപ്നങ്ങളാണ്.
കോൺക്രീറ്റ് തൂണുകളേക്കാൾ കട്ടിയുള്ള മനസ്സുള്ള അധികാരവർഗത്തോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, വേണോ ഈ ക്രൂരത? ഇവിടെ നിന്ന് ഒരു ജനതയെ തുടച്ചു മാറ്റുമ്പോൾ നാം ഒന്നോർക്കുക, സ്വന്തം വീട് മൂടുപിടിപ്പിക്കാൻ നാം ഇരിക്കുന്ന കൊമ്പാണ് ഉപയോഗിക്കുന്നത്. നന്മ മാത്രമുള്ള നാടിനെയും നാട്ടുകാരെയും ഈ ലോകം ഒറ്റപ്പെടുത്തുമോ? ഈ പാവങ്ങളെ ഇല്ലാതാക്കി വേണോ പുരോഗതി? എങ്ങും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ഈ നാട്ടിലെ പെൺകുട്ടി എന്ന നിലയ്ക്ക് എന്റെ നാട് നേരിടാൻ പോകുന്ന വിപത്തിനെതിരെ പ്രതികരിക്കേണ്ടത് എന്റെ കടമയാണ്. അതിന് ഞാൻ കണ്ട മാർഗം Respected President, I am writing to inform you about an issue that we were facing in our village. The private group JFR is planned to build an airport in Kayalmula. The 80% of the 500 acres earmarked for the project are paddy fields. The conversion of these paddy fields would impact on the remaining wetlands, disturb the food chain, ബ്രെയിൽ ലിപിയിൽ ഞാൻ എഴുതിയ ഈ കത്ത് രാഷ്ട്രപതിയുടെ കയ്യിൽ എത്തുമോ എന്നെനിക്കറിയില്ല. എത്തിയാൽ തന്നെ ഇത് വായിക്കുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഇതെന്റെ പ്രതീക്ഷയാണ്. നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമ്പോൾ, നിലവിളികൾ നമ്മളിൽ തന്നെ ഒടുങ്ങുമ്പോൾ, അദൃശ്യനായ ഒരു ദൈവമെങ്കിലും ആശ്രയമായി എത്തുമെന്ന പ്രതീക്ഷ. ചേച്ചി, ഈ പാടങ്ങളെല്ലാം നികത്തി വിമാനത്താവളം വരണമെന്ന് പറയുന്ന നേരാ? എനിക്കറിയില്ല മാളു.